ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്ലോണിമ പ്ലാന്റ് ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ റീപോർട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പുഴു കടിച്ചതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറി പുതിയ ലീഫ് വരുന്നുണ്ട്. നമ്മൾ ചെടീൻ്റെ പോട്ടിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പുറമെ നിന്ന് ഇപ്പോൾ ഒരു മഴേൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പുഴുക്കളും കീടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആക്രമിച്ചിട്ടാണ് ഈ ചെടി ഇങ്ങനെയായി പോയത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ആഗ്ലോണിമയിൽ വരുന്ന കുറച്ച് കളക്ഷൻസാണ്, ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ആഗ്ലോണിമ ഗ്രീനാണ്. നല്ല നീണ്ടിട്ട് ഇലയാണ്. മറ്റ് ആഗ്ലോണിമേനെ അപേക്ഷിച്ചിട്ട് ലൈറ്റും ഡാർക്കും ഗ്രീൻ ഷെയ്ഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ കൂടെ നല്ല ബോർഡർ പോലെ റെഡ് കളറിൽ വരുന്നുണ്ട്. ഇത് ആഗ്ലോണിമ യെല്ലോ ആണ്. ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വലിയ പോട്ടിലാക്കി തന്നെ വെച്ച് കൊടുത്തത് കൊണ്ട് നിറച്ചും ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിന് പൂവുണ്ടാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടായി കിട്ടുന്നതാണ്. ഇത് ആഗ്ലോണിമേൻ്റെ മറ്റൊരു കളക്ഷൻസാണ്. ഇതുപോലത്തെ പോട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആഗ്ലോണിമ. ഇത് ആഗ്ലോണിമേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ആഗ്ലോണിമ സ്നോ വൈറ്റ് ആണ്. കുറച്ചൊരു ഡോർഫ് പോലെയാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത്. സാധാ ആഗ്ലോണിമേനെ പോലെ നല്ല വലുതായിട്ട് വളരുന്നതല്ല. ഈ സ്നോ വൈറ്റ് തന്നെ 2 വിഭാഗമുണ്ട്. വലുതായിട്ട് വളരുന്നു, അതുപോലെ തന്നെ ഇതുപോലെ ഒരു കുറ്റി പോലെയായിട്ട് വളരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമേൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആഗ്ലോണിമേൻ്റെ ഈ ഒരു പ്ലാന്റാണ് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ഈ പോട്ട് തന്നെയായിട്ട് ഈ ഒരു ചെടി അത്ര ഹെൽത്തി ആയിട്ട് വളരുന്നില്ല. പിന്നെ അതുമല്ല പുഴുവൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോട്ട് മാറ്റി പോട്ടി മിക്സൊക്കെ ഒന്ന് കാച്ചിയിട്ട് ഈ ചെടി ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു പോട്ടാണ് എടുക്കുന്നത് ചെടി നടാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ അഗ്ലോണിമ ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോകും. കാരണം ഓവർ വെള്ളമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ പ്ലേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം മതി. അപ്പോൾ ഹോള് മസ്റ്റായിട്ടും വേണം. ഇതിൻ്റെ അടിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടിയുണ്ട്. നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ ചെടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ നമ്മളെ വീട്ടിലേക്ക് അകത്തേക്കൊന്നും ആവില്ല. അപ്പം ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു പോട്ട് ബെസ്റ്റ് ആയിരിക്കും. നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. മെയിനായിട്ട് നമ്മളെ ഗാർഡനിങ് സോയിൽ, അതുപോലെ തന്നെ കുറച്ച് കോക്കോപീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതമാണ്. ഇതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓവറായിട്ട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോക്കോപീറ്റും ചാണകപ്പൊടിയും ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. രാസവളം ചേർക്കേണ്ടവർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ പോട്ടി മിക്സിൻ്റെ കൂടെ ആ ഒരു രാസവളം ചേർത്ത് കഴിഞ്ഞാലും മതി. നമ്മൾ ഈ പോട്ടിൽ നിന്ന് ഈ ഒരു ചെടി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ മേടിച്ച മുതൽ തന്നെ ഈ ഒരു പോട്ടിൽ തന്നെയായിരുന്നു. റീപോർട്ട് ചെയ്യും വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു ചെടി അത്ര ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് വളരുന്നില്ല. നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ചെടി അത്യാവശ്യം ഹെൽത്തിയൊക്കെ തന്നെയാണ്, വേരുകളുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയ പോട്ടി മിക്സിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി വെച്ചതിന് ശേഷം ബാക്കിയും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ നല്ല വൈറ്റ് പോട്ടിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കാരണം ലീഫിന് അത്രയും നല്ല കളർ വേരിയേഷൻസ് ഉള്ള ആഗ്ലോണിമകളാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇൻഡോറൊക്കെ സൈറ്റ് സെറ്റ് ചെയ്യാനും നല്ലതാണ്. നമ്മളെ വിൻഡോ സൈഡിലും അതുപോലെ തന്നെ ബാൽക്കണിയിലൊക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റും കിട്ടും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോണൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.